ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 തരം ആഫത്ത് മുസീബത്തുകളെ തടയുന്ന അത്ഭുതകരമായ 10 സൂറത്തുകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് നിർബന്ധമായിട്ടും നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പഠിക്കുന്ന വിഷയങ്ങൾ നമ്മളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നമ്മളെ കുടുംബക്കാരിലേക്കും നാമുമായി ബന്ധപ്പെട്ടവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ മജ്ലിസ് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അല്ലാഹുമ്മ ഖ്ലി ഹാജാതിനാ യാ ഖാദിയൽ ഹാജാത്ത്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന മുത്തുമുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും അതേ തുടർന്ന് നമ്മളെ മജ്ലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കട്ടെ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 10 തരം ആഫത്ത് മുസീബത്ത് എടങ്ങേറുകളെ തടയിടുന്ന 10 സൂറത്തുകളെ കുറിച്ചാണ്. ഇത് ഞാൻ എന്റെ വക പറയല്ല, വലിയ ഒരു മഹാൻ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ തന്നെ അതിൻ്റെതായ ഫലവും അതിൻ്റെതായ മഹത്വവും നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. യാതൊരുവിധ സംശയവുമില്ല. ഈ പറയാൻ പോകുന്ന സൂറത്തുകൾ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൂറത്തുകളായിരിക്കും. പക്ഷേ ആ സൂറത്തുകളെ കൊണ്ട് നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അത് അത്ഭുതം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാനും അല്ലാഹു നമ്മൾക്കൊക്കെ മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാര് പറയുകയാണ്, അശറത്തുൻ തംനഉ അശറത്തൻ. 10 സൂറത്തുകൾ 10 തരം ആഫത്ത് മുസീബത്തുകളെ തടയുകയാണ്. എന്നിട്ട് മഹാൻ പറയുകയാണ്, ഒന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ. ഫാത്തിഹ സൂറത്ത് പരിശുദ്ധ ഖുർആനിൽ അത്ഭുതമാണ്. ഏതൊരു മുസ്ലിമായ മനുഷ്യനും അവന്റെ ജീവിതത്തിൽ ഒരു ദിവസം 17 പ്രാവശ്യം പറയൽ നിർബന്ധമായ ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ഫാത്തിഹ. ഒരു മുസ്ലിമായ മനുഷ്യന് പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ പഠിക്കൽ നിർബന്ധമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ കാണാത്ത അറിയാത്ത ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാം. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ അറിയാം. ആ സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ തംനഉ ഗളബർ റബ്ബി, അല്ലാഹുവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. അല്ലാഹു നമ്മളോട് കോപിക്കുകയില്ല. അല്ലാഹു നമ്മളെ ഇഷ്ടം വെക്കും. അല്ലാഹുവിന്റെ പ്രിയം നമ്മൾക്ക് കരസ്ഥമാക്കാൻ കഴിയും. അപ്പൊ സൂറത്തുൽ ഫാത്തിഹ ഒരാള് പതിവാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ കോപമെന്ന് പറയുന്ന ഏറ്റവും വലിയ മുസീബത്തിനെ തൊട്ട് അല്ലാഹു നമ്മൾക്ക് കാവല് നൽകുകയാണ്. അതുപോലെ രണ്ടാമത്തെ സൂറത്ത് സൂറത്തു യാസീൻ. സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ ഹൃദയമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. മരണമാസന്നമായവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ്. അത്രയും നമ്മളെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. ആ സൂറത്തു യാസീൻ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ, ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തംനഉ അത്സൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള ദാഹത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാക്കുകയാണ്. എത്രയോ അകലെയുള്ള സൂര്യന്റെ ചൂടനുഭവിച്ച് എത്രയാണ് നമ്മൾക്കിപ്പോ ദാഹിക്കുന്നത്. ആ സൂര്യൻ ഒരു ചാണ് തലയ്ക്ക് മീതെ നിൽക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സമയത്ത് വെള്ളം തരാൻ ആളില്ല. ആ സമയത്ത് ഫ്രിഡ്ജിന്റെ സംരക്ഷണമില്ല. വല്ലാത്ത ദാഹമുള്ള ഒരു സമയമാണ് ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. എന്നാൽ സൂറത്ത്
സൂറത്ത് യാസീൻ ഒരാൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ദാഹത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാക്കുകയാണ്, അർശിന്റെ തണൽ നൽകി സംരക്ഷിക്കുകയാണ്. അതുകൊണ്ട് സൂറത്ത് യാസീനും നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതുപോലെ മൂന്നാമത്തെ സൂറത്ത് സൂറത്തുൽ ദുഖാൻ. സൂറത്തുൽ ദുഖാൻ അത്ഭുതമാണ്. സൂറത്തുൽ ദുഖാന്റെ മഹത്വം നമ്മൾ മുമ്പൊരിക്കൽ നമ്മളെ മജ്ലിസിൽ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച പ്രത്യേകം സൂറത്തുൽ ദുഖാൻ ഓതാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ദുഖാൻ ഒരാൾ മുറുകെ പിടിച്ചാൽ തംനഉ അഹ്വാലുൽ ഖിയാമ, ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയാണ് ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. എന്തെല്ലാം നമ്മൾ അഭിമുഖീകരിക്കണം. നന്മ തിന്മ തൂക്കുന്ന സമയം, വിചാരണ നടത്തുന്ന സമയം, സിറാത്ത് പാലം വിട്ടുകടക്കണം, സൂര്യൻ ഒരു ചാണ് തലക്ക് മീതെ നിൽക്കുന്ന സമയം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള ഒരു അവസ്ഥയാണ് ഖിയാമത്ത് നാളിൽ. ആ ഖിയാമത്ത് നാളിലെ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കും. എപ്പോൾ? സൂറത്തുൽ ദുഖാൻ പതിവാക്കി കഴിഞ്ഞാൽ, സൂറത്തുൽ ദുഖാനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ. സൂറത്തുൽ വാഖിയ മറ്റൊരു സൂറത്താണ്. സൂറത്തുൽ വാഖിയ, സൂറത്തുൽ വാഖിയ കാണാതെ അറിയാത്ത ആരും ഉണ്ടാകൂല. സൂറത്തുൽ വാഖിയ മദ്രസകളിലൊക്കെ കാണാതെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളെ ജീവിത വിജയത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സൂറത്താണ് സൂറത്തുൽ വാഖിയ എന്ന് പറയുന്നത്. സൂറത്തുൽ വാഖിയ ഒരാൾ പാരായണം ചെയ്താൽ തംനഉൽ ഫഖറ, ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹു അവനെ കാക്കുന്നതാണ്. ദാരിദ്ര്യത്തിനെ തൊട്ട് കാക്കും. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭയക്കേണ്ട ഒരു വിഷയമാണ്. ഒരുപാട് കാര്യങ്ങൾ ഭയക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കടം, ദാരിദ്ര്യം, സാമ്പത്തികമായ പ്രശ്നമെന്ന് പറയുന്നത്. എന്നാൽ സൂറത്തുൽ വാഖിയ മുറുകെ പിടിച്ചാൽ അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷ നൽകുകയാണ്. വസൂറത്തുൽ മുൽക്ക് മറ്റൊരു സൂറത്താണ്. സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്ക് ഒരാൾ മുറുകെ പിടിച്ചാൽ തംനഉ അദാബൽ ഖബർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കുകയാണ്. എന്താണ് ഖബറിന്റെ അവസ്ഥ? മഹാന്മാര് ഖബറിനെ കുറിച്ച് എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. ഖബറെന്ന് കേട്ടാൽ നമ്മൾ പെട്ടെന്ന് നെട്ടിപ്പോകണം. ഖബറെന്ന് കേട്ടാൽ നമ്മൾ കരയേണ്ടതാണ്. കാരണം ഖബറിലെ ജീവിതം വളരെ പ്രയാസകരമാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ ഇങ്ങനെ കാണുമ്പോൾ പൊട്ടി പൊട്ടി കരയും. നരകത്തിനെ കുറിച്ച് പറയുമ്പോൾ മഹാനവറുകൾ കരയൂല. അതുപോലെ മഹ്ശറയെ കുറിച്ച് പറയുമ്പോഴും വിചാരണയെ കുറിച്ച് പറയുമ്പോഴൊന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയൂല. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാതെ പൊട്ടിക്കരയുമത്രേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഖബറിൽ ഒരാൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ അവിടുന്ന് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും പ്രയാസകരമായിരിക്കും. ഒരാൾ ഖബറിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള മുഴുവൻ ജീവിതവും സന്തോഷത്തിലും റാഹത്തിലുമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി ഖബറിൽ കിടക്കുന്നവരുടെ ജീവിതം റാഹത്തിലാക്കി കൊടുക്കട്ടെ. പരിശുദ്ധ ഖുർആനിന്റെ അലങ്കാരം കൊണ്ട് അവരെ ഖബർ അല്ലാഹു അലങ്കരിച്ചു കൊടുക്കട്ടെ. വസൂറത്തുൽ കൗസർ, അതുപോലെ സൂറത്തുൽ കൗസർ നമ്മൾ എന്നും പതിവാക്കണം. സൂറത്തുൽ കൗസറിന്റെ ഒരുപാട് മഹത്വങ്ങൾ നമ്മളെ മജ്ലിസിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾക്ക് ലഭിക്കുന്ന ഒരു ഉപകാരമാണ് ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ കേൾക്കുന്നത്. സൂറത്തുൽ കൗസർ ഒരാൾ പാരായണം ചെയ്താൽ നമ്മളോട് പിന്നെ ആരും തർക്കിക്കാൻ വരൂല. ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായിട്ടും സൂറത്തുൽ കൗസർ എന്നും പാരായണം ചെയ്യണം. കാരണം ഭാര്യ ഭർത്താക്കന്മാർ ഫോൺ വിളിച്ച് അവസാനം പിന്നെ ഫോൺ വെക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടായിരിക്കും. നിങ്ങളെ പണി നോക്കി, നിങ്ങൾ ആരാ? അപ്പൊ ഓൻ അവിടുന്ന് ഇങ്ങോട്ട് ഞാൻ എന്നെ കാട്ടി തരാട്ടോ, ഞാൻ നാട്ടിൽ കണ്ട് വരട്ടെ, അങ്ങനെയാണ് ആനയാണ് ചേമ്പാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ ഭർത്താക്കന്മാരാണ് കൂടുതൽ തർക്കിക്കുക. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ അങ്ങനെ തർക്കിക്കേണ്ട ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അമ്മായിമ്മ മരുമകളോട് തർക്കിക്കൂല, മരുമകൾ അമ്മായിമാരോടും തർക്കിക്കൂല. അതിൽ നിന്നൊക്കെ കാവലുണ്ടാകും സൂറത്തുൽ കൗസർ പാരായണം ചെയ്താൽ എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത്. അത് പാരായണം ചെയ്തു കഴിഞ്ഞാൽ തംനഉൽ കുഫ്ര ഇൻദൽ മൗത്ത്, ഏതൊരു മുസ്ലിമായ മനുഷ്യനും ഭയക്കേണ്ടതാണ് അവസാന സമയം മോശമാകുമോ എന്ന്.
ഏതൊരു മുസ്ലിമായ മനുഷ്യനും ആഗ്രഹിക്കണം നല്ല നിലക്ക് മരിക്കണമെന്നുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നമ്മൾ മരിക്കുമ്പോ ഈമാനോടുകൂടെ റാഹത്തോടുകൂടെ അല്ലാ എന്ന് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സൂറത്തുൽ കാഫിറൂൻ നിരന്തരമായി പാരായണം ചെയ്യുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അഥവാ നല്ല നിലക്ക് മരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. വസൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എന്നും നമ്മൾ പാരായണം ചെയ്യണം. സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം പാരായണം ചെയ്താൽ ഖുർആൻ മുഴുവനും ഓതിയ പ്രതിഫലം ലഭിക്കുന്ന മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള ദാരിദ്ര്യത്തിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാവൽ നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ എന്നും പാരായണം ചെയ്തു കഴിഞ്ഞാൽ തംനഉൻ നിഫാഖ്, കപട വിശ്വാസത്തിനെ തൊട്ട്, കാപട്യത്തിനെ തൊട്ട്, നിഫാഖിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കാവൽ നൽകുകയാണ്. വസൂറത്തുൽ ഫലഖ്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന് പറയുന്ന സൂറത്ത് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തംനഉ ഹസദൽ ഹാസിദീൻ, നമ്മളെ അസൂയാലുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തടയും. അസൂയാലുക്കൾക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയൂല. സിഹ്ർ ചെയ്ത് നമ്മളെ നശിപ്പിക്കാൻ കഴിയൂല. അതുപോലെ തന്നെ കണ്ണേറ് തന്ന് നമ്മളെ നശിപ്പിക്കാൻ കഴിയൂല. നാക്കേറ് തന്നുകൊണ്ട് നമ്മളെ നശിപ്പിക്കാൻ കഴിയൂല. അത്രയും അത്ഭുതമാണ് സൂറത്തുൽ ഫലഖ് എന്ന് പറയുന്നത്. അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ. അത് വസൂറത്തുൻ നാസ്, അതുപോലെ സൂറത്തുൻ നാസ് നമ്മൾ എന്നും പാരായണം ചെയ്യണം. സൂറത്തുൻ നാസ് എന്നും നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ തംനഉൽ വസ്വാസ്, വസ്വാസിനെ തൊട്ട് കാവലാണ്. വസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂല, അതിലൊരു സംതൃപ്തി ഉണ്ടാവൂല. ഭക്ഷണം ഉണ്ടാക്കിയാല് അത് ശരിയായിട്ടുണ്ടാകുമോ, അത് മറ്റുള്ളവർക്ക് പറ്റുമോ, ഉപ്പ് കൂടിക്കണോ, ഉപ്പ് കൂടിയിട്ടൊന്നും ഉണ്ടാവില്ല. എന്നാലും വെറുതെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ചിന്തകൾ വരിക. ഡ്രസ്സ് അലക്കി കഴിഞ്ഞാല് അത് ശരിയായിട്ടുണ്ടാവോ, ഒന്നുകൂടി അലക്കിയാലോ എന്നിങ്ങനെ ഒരു ചിന്ത നമ്മളെ മനസ്സിലേക്ക് വരിക. ഒന്നു കൊടുത്താല് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവൂല, ഒരു സംതൃപ്തി ഉണ്ടാവൂല. കൈ കഴുകുക, പിന്നെയും കഴുകുക, പിന്നെയും കഴുകുക. അത്തഹിയാത്ത് ചെല്ലുമ്പോ അത്തഹിയാത്തു 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 ഇങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇങ്ങനെ പറയാ. ശരിയായിക്കണോ ശരിയായിക്കണോ എന്നുള്ള ഒരു ചിന്ത നമ്മൾ ഹൃദയത്തിലേക്ക് കടന്നുകൂടാ. ഇതിനാണ് വസ്വാസ് എന്ന് പറയുന്നത്. ഈ രോഗത്തിനെ തൊട്ട് സൂറത്തുൻ നാസ് നമ്മൾ പാരായണം ചെയ്താൽ അല്ലാഹു കാവൽ നൽകുമെന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, ഇപ്പൊ നമ്മൾ 10 സൂറത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മുസീബത്തുകൾ നമ്മൾ പറഞ്ഞു. ഈ 10 മുസീബത്തുകൾ തടയാൻ നമ്മൾ ഈ പറഞ്ഞ 10 സൂറത്തുകൾ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഈ പറഞ്ഞ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ മജ്ലിസിലുള്ളവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെ ഉദ്ദേശങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എന്ത് ഉദ്ദേശമുണ്ടെങ്കിലും അല്ലാഹുവേ അത് നിനക്കറിയാം, പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. സാമ്പത്തികമായ പ്രയാസമുള്ളവര്, ശാരീരികമായ പ്രയാസമുള്ളവര്, മാനസികമായ പ്രയാസമുള്ളവര് എല്ലാവർക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ. എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.